അപ്പൊ ഇന്റർവ്യൂവിന്റെ ഒരു തുടക്കത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്റർവ്യൂവിന്റെ ഒരു ഗെയിം പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നിങ്ങളുടെ നോളജ് അല്ല വർക്ക് ആവുന്നത്. 100% നോളജും ഒരു 70% കോൺഫിഡൻസും വെച്ച് ഒരു വ്യക്തി പോവുകയാണെന്ന് കരുതുക. നേരെ തിരിച്ചൊരു വ്യക്തി, അയാൾക്ക് 70% നോളജേ ഉള്ളൂ, 100% കോൺഫിഡൻസ് ഉണ്ടെന്ന് കരുതുക. ആരായിരിക്കും ഇന്റർവ്യൂവിന് കൂടുതൽ സ്കോർ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ആ കോൺഫിഡൻസ് കൂടുതലുള്ള 100% കോൺഫിഡൻസും 70% നോളജുമായിട്ട് പോയ വ്യക്തിയായിരിക്കും ഇന്റർവ്യൂവിന് മാക്സിമം സ്കോർ ചെയ്യുന്നത്. അപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഈ കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടും, എവിടെന്നെങ്കിലും വാങ്ങാൻ പറ്റുമോ? കോൺഫിഡൻസിന്റെ ഒരു ഡിഫറെന്റ് ആസ്പെക്ടിനെ പറ്റി നമുക്ക് ഇവിടെ ഇന്റർവ്യൂവിൽ സംസാരിക്കേണ്ടി വരും. 4 തരത്തിലുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ കോൺഫിഡൻസ്, രണ്ടാമത് ഐഡന്റിറ്റി കോൺഫിഡൻസ്, മൂന്നാമത് എവിഡൻസ് കോൺഫിഡൻസ്, നാലാമത് പ്രാക്ടീസ് കോൺഫിഡൻസ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞെന്നും പറഞ്ഞ് നമുക്ക് ജോലിയോ അല്ലെങ്കിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പദവിയോ ഒന്നും നമുക്ക് കിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം കുറേ കടമ്പകളുണ്ട്. അതിലേക്ക് പോകാൻ ചില ചാനലുകളുണ്ട്. ആ ചാനലുകൾ കൃത്യമായിട്ടും നിങ്ങൾ എന്നെ പോലൊരാളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നോ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാരണവശാലും കോഴ്സ് കഴിഞ്ഞു ഇനി എന്നെ ജോലി തേടി ഇങ്ങോട്ട് വരും, വീട്ടിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ ആരും കാത്തിരിക്കരുത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ കാത്തിരുന്നവരെല്ലാം ഇന്നും കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ 4 തരത്തിലുള്ള കോൺഫിഡൻസിനെ പറ്റി പറയുന്ന കാര്യം, ഒന്നാമത് ഫിസിക്കൽ കോൺഫിഡൻസ്. നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നല്ല ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകണം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മൾ ഒരുങ്ങിയതിന് ശേഷം കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇംപ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതിനെയാണ് ഫിസിക്കൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും നമുക്ക് ഫിസിക്കൽ കോൺഫിഡൻസ് മെച്ചപ്പെടുത്താം. നമ്മുടെ ഗ്രൂമിങ് മെച്ചപ്പെടുത്തിയാൽ മതി. ഒരു കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോഴോ ഒക്കെ നമ്മൾ ഒരുങ്ങി പോകാറുണ്ട്. അതിന്റെ മറ്റൊരു ആംഗിളാണ് നമ്മൾ പറഞ്ഞത്. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അത്തരത്തിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ് ആണെങ്കിൽ ഡ്രസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂമിങ്സ് ആണെങ്കിൽ അതെല്ലാം തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കണം. അടുത്ത ഒരു ഫിസിക്കൽ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം നമ്മുടെ ബോഡി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള മാർഗം എന്താ? ആദ്യം നമ്മൾ മുഖം ഒന്ന് കഴുകും. ഇപ്പോൾ ഉറക്കത്തിന്റെ ഒരു 30% പോകും. അടുത്ത 30% കളയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഒന്ന് നടക്കുക എന്നുള്ളതാണ്. ഒരു 1000 സ്റ്റെപ്പെങ്കിലും എടുക്കാൻ തയ്യാറാകുക. വളരെ പതുക്കെ തുടങ്ങിയാൽ മതി. പതുക്കെ തുടങ്ങിയാൽ പോലും അതിന്റെ സ്പീഡ് കൂടി കൂടി വരും. നമ്മുടെ ശരീരത്തിൽ ഊർജമാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റൂ. ഏതൊരു മേഖലയിലേക്ക് പോയാലും നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1000 സ്റ്റെപ്പ് നടന്നതിന് ശേഷം നിങ്ങൾ വന്നൊന്ന് ഫ്രഷ് ആവുന്നു എന്ന് കരുതുക. നിങ്ങളൊന്ന് കുളിച്ച് റെഡി ആവുന്നു എന്ന് കരുതുക. നിങ്ങൾ ഒരു ഫുൾ ടോൺ എനർജി ലെവലിലേക്ക് എത്തും. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന കോൺഫിഡൻസിനെയാണ് ഫിസിക്കൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ലെവൽ കോൺഫിഡൻസ് ഉണ്ട്, ഐഡന്റിറ്റി കോൺഫിഡൻസ്. അത് ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ചില ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചില അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. ചില ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബൈബിളിൽ കുറച്ച് കാര്യങ്ങൾ വായിച്ചാലായിരിക്കും കോൺഫിഡൻസ് കിട്ടുന്നത്. ചില വ്യക്തികളോട് സംസാരിച്ചാൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. ചില ഷർട്ട് ധരിച്ചാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് എല്ലാവരിലും ഉണ്ടാവും.
അത് കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന ദിവസം അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഒരു കോൺഫിഡൻസ് എവിഡൻസ് കോൺഫിഡൻസ് ആണ്. എവിഡൻസ് കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അത് കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെക്കുക. എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ആരെയൊക്കെ കൺസൾട്ട് ചെയ്തു, ഏതൊക്കെ മേഖലകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു, ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക. ഒരു പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അയാൾ ബുക്കുകൾ ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ച് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ഇന്ന വ്യക്തികളുടെ ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ഇന്റർവ്യൂവിനേക്കാൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ എവിഡൻസുകൾ തരുന്ന ഒരു ബലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചധികം കോൺഫിഡൻസോട് കൂടി കഴിഞ്ഞ ഇന്റർവ്യൂവിന് പോയതിനേക്കാൾ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ദെൻ അടുത്ത കോൺഫിഡൻസ് ആണ് പ്രാക്ടീസ് കോൺഫിഡൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പ്രാക്ടീസ് കോൺഫിഡൻസ്? നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഏതൊരു ഇന്റർവ്യൂവിന് പോയി നിന്ന് കഴിഞ്ഞാലും ആദ്യം അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ളതാണ്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പൊ നമ്മളൊരു 3-4 ഫാക്ടേഴ്സ്, പല കുട്ടികളും അവിടെ ചെന്നതിന് ശേഷം ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ആ ചിന്തിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ്, ഓക്കെ സോറി. പ്രാക്ടീസ് കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് എത്ര ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നു അത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ട് പിന്നീട് വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് മിനിമം 10 ടൈംസ്, ഒരു സംശയം വേണ്ട, 10 തവണയെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഈ സിനിമയിലൊക്കെ പലതരത്തിലുള്ള ആക്ഷൻസും പലതരത്തിലുള്ള ഡയലോഗും കാണുന്നില്ലേ? അവർ 10ഉം 20ഉം തവണ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് പെർഫോം ചെയ്യുന്നത്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. എന്നിട്ട് പോലും 5, 10, 15 ടേക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് റെഡിയായി വരുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ ഒരു 5 വാചകങ്ങൾ, കൂടുതലൊന്നും വേണ്ട. നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ ഏത് കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തത്, ഏത് കോളേജിൽ നിന്നാണ് പഠിച്ചത്, ദെൻ നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇവിടെ ഇന്റർവ്യൂ ബോർഡിനെ ലീഡ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. എന്താണ് ഇന്റർവ്യൂ ബോർഡിനെ ലീഡ് ചെയ്യുന്ന സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവസാനം എവിടെയാണോ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കുന്നത് അവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങുന്നത്. ഇത് വീട്ടിൽ വെച്ച് ഫിക്സ് ചെയ്താൽ നമ്മൾ പോകുന്നത്. നമ്മൾ പറയുന്നു, ഐ ഹാവ് കംപ്ലീറ്റഡ്, മൈ നെയിം ഈസ് ദിസ് വൺ, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഫ്രം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, ദെൻ ഐ ആം ഫ്രം എറണാകുളം, ദെൻ റീസെന്റ് ഐ ആം എക്സ്പീരിയൻസ്ഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ കോളേജ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരടുത്തതായിട്ട് ചോദിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ഏതൊക്കെ കേസുകൾ കണ്ടിട്ടുണ്ട്, ഏതൊക്കെ കേസുകളാണ് അവിടെ വരുന്നത്. നമ്മളിത് ഫിക്സ് ചെയ്താ പോയിരിക്കുന്നത്. ഞാൻ റീസെന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത് സർജിക്കൽ ICU ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ, OTയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയുന്നത്, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഒരു സെൻസിറ്റീവ് ഏരിയ.
ചോദിക്കാൻ വളരെ ഇഷ്ടമാണ്. അവർക്കും കുറച്ച് കാര്യങ്ങൾ അറിയാം. ചോദിച്ചാൽ തന്നെ വിവിധ മേഖലകളിലെ കാര്യങ്ങൾ കേൾക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വൃത്തിയായിട്ട് പഠിച്ച് ഈ രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷനുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 5 വാചകം നമ്മളൊരു 10 തവണ കണ്ണാടിയിൽ നോക്കി നിന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മളൊരു പാട്ട് ഒരു 10 തവണ പാടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വളരെ പാസീവായിട്ട് തന്നെ അതിന്റെ ലൈനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഉറക്കത്തിലായാലും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും, ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ പോലും അതൊരു ഒഴുക്കോടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതേ കാര്യം നിങ്ങളുടെ ഇൻട്രൊഡക്ഷനകത്ത് കിട്ടും. വളരെ ടെൻഷനുള്ള ഒരു സമയത്ത് വളരെ ഫ്ലുവന്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭ്യമാവുന്ന കോൺഫിഡൻസിനെയാണ് നമ്മൾ പ്രാക്ടീസ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇത് ഓരോന്ന് 25% വീതം നമുക്ക് കോൺഫിഡൻസ് തരുമ്പോൾ നമ്മുടെ ടോട്ടൽ കോൺഫിഡൻസ് 100% എത്തിച്ചേരും. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. ഓ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, ഇന്റർവ്യൂവിൽ 2 എററുകൾ സംഭവിക്കും. അത് ബോർഡിന് സംഭവിക്കുന്ന എററുകളാണ്. ആ ബോർഡിൽ ഇരുന്നവർക്കും അതിനെപ്പറ്റി പഠിച്ചവർക്കും മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതിൽ ഒന്നാമത്തെ എറർ ഹാലോ എററാണ്. രണ്ടാമത്തെ എറർ റീസെൻസി എററാണ്. ബോർഡിൽ മാർക്കിടാൻ വേണ്ടി ഇരിക്കുന്ന വ്യക്തികൾക്ക് സംഭവിക്കുന്ന എററാണ്. നമ്മൾ ഈ എറർ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ അങ്ങ് ഇമ്പ്രൂവ് ആവും. ആദ്യമായിട്ട് ഞാൻ ഹാലോ എററിനെ പറ്റി പറയാം. റീസെൻസി എറർ ഞാൻ ക്ലോസിംഗ് സ്കില്ലിനകത്ത് വിശദീകരിക്കാം. എന്താണ് ഹാലോ എറർ? ഹാലോ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നമുക്കൊരു പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഒരു എക്സ്റ്റേണൽ വന്നിരിക്കുകയാണ്. അവർക്ക് നമ്മളെ അറിഞ്ഞുകൂടാ. നമ്മുടെ കൂട്ടത്തിൽ ആരാ നന്നായി പഠിക്കുന്നത്, ആരാ മോശം പെർഫോം ചെയ്യുന്നത്, ഒന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ കൂട്ടത്തിൽ നന്നായി പഠിക്കുന്ന ഒരു പയ്യൻ കഴുകാത്ത ഒരു കോട്ട് വിട്ട് കോട്ടിന്റെ ബട്ടണൊന്നും ഇടാതെ വളരെ ഷാബിയായിട്ട് അവരുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചേരുന്നു. മാത്രമല്ല, അവന് വിഷ് ചെയ്യുന്ന ഇഷ്ടമല്ല. സ്വാഭാവികമായിട്ടും ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെപ്പറ്റി ഒരു ജഡ്ജ്മെന്റ് അവരുടെ മനസ്സിലുണ്ടാവും. ഇനി അവൻ എത്ര ബെസ്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്താൽ പോലും അവൻ മോശമാണെന്നുള്ള ഒരു ഇംപ്രഷൻ അവരിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ മാർക്കായിരിക്കും ഇവരിടുന്നത്. അവരുടെ മനസ്സാക്ഷി അങ്ങനെ അനുവദിക്കത്തുള്ളൂ. അതേസമയം ഒരു പെൺകുട്ടി വളരെ നന്നായി ഒരുങ്ങി നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ID കാർഡൊക്കെ ഇട്ട് നല്ല രീതിയിൽ വിഷ് ചെയ്ത് അവരുടെ ഫ്രണ്ടിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഒരുപക്ഷെ മറ്റേ പയ്യനേക്കാൾ വളരെ ലോ ലെവലിലായിരിക്കാം ഈ കുട്ടിയുടെ നോളജ് ലെവൽ നിൽക്കുന്നത്. പക്ഷെ ഈ കുട്ടി ഒരു ഇംപ്രഷൻ ആദ്യഘട്ടത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഈ കുട്ടി ചെറിയ രീതിയിൽ ചെയ്യുന്ന പ്രൊസീജിയറിനകത്ത് വീഴ്ചകൾ സംഭവിച്ചാൽ പോലും അവർ കണ്ണടയ്ക്കും. ആ പയ്യനേക്കാൾ ഉയർന്ന സ്കോർ നേടിയെടുക്കാൻ പറ്റും. ഇത്തരത്തില് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് കൊണ്ട്, ഹാലോ മീൻസ് ഒരു വലയം, ഒരു പ്രൊട്ടക്റ്റീവ് വലയം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ നമ്മൾ കുറച്ചധികം മാർക്ക് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഈ ഹാലോ എറർ എന്ന് പറയുന്നത്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് നമ്മുടെ നോളജിനേക്കാൾ അധികം മാർക്ക് നമ്മൾ വാങ്ങിയെടുക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം? ഇനിയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്
രണ്ട് കാര്യങ്ങൾ. ഒന്ന്, 10 തവണ പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഡ്രസ്. കോൺഫിഡൻസ് 100% നമ്മൾ ഇറങ്ങി. എടി ഇല്ല. വീട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇന്റർവ്യൂ ബോർഡിലേക്ക് എത്തിച്ചേരുന്നു. നമ്മുടെ പേര് വിളിക്കുന്നു. നമ്മൾ പതുക്കെ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇവിടം തൊട്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഡോറ് തുറക്കുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് എത്രമാത്രം സ്ലോ ആവാവോ അത്രയും സ്ലോ ആയിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ. ഒരു ആർട്ടിഫിഷ്യൽ കോൺഫിഡൻസ് വരുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു വേഗത കൂടും. ഡോറ് പെട്ടെന്ന് വലിച്ചു തുറക്കും, സൗണ്ട് ക്രിയേറ്റ് ചെയ്യും, വേഗത്തിൽ നടക്കും, ചെരുപ്പടിയുടെ ശബ്ദം വരും. ഇതൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വം കുറച്ച് സ്ലോ ആവുക. നമ്മൾ ഡോറ് പതുക്കെ തുറക്കുന്നു. ആ സ്ലോ ആവുന്നതിൽ നിന്ന് ബോർഡിന് കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് അധികം ടെൻഷൻ ഇല്ല. ആ ടെൻഷൻ ആ കുട്ടി ടാക്കിൾ ചെയ്യുന്നുണ്ട്. വളരെ പതുക്കെ എന്ത് ചെയ്യുന്നു? റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ കുറേ കാലം കാണാതിരുന്ന ഒരു കൂട്ടുകാരിയെ നമ്മൾ വഴിയിൽ കാണുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സന്തോഷം വരും. നമ്മുടെ അകത്ത് നിന്നൊരു സന്തോഷം വന്ന് നമ്മൾ പെട്ടെന്ന് ചിരിച്ച് ആ കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ഇതേപോലെ മുൻപരിചയമുള്ള ഒരാളെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണോ സ്മൈൽ ചെയ്യുന്നത്, ആ രീതിയിൽ നല്ല വെളുക്ക ചിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ നോക്കി ഒരാൾ നല്ല രീതിയിൽ സ്മൈൽ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ആളെ മനസ്സിലാവുന്നില്ല എങ്കിൽ പോലും നമ്മുടെ മുഖത്തൊരു സ്മൈലിംഗ് വരും. വരുമല്ലോ? ഇതിനെ റിഫ്ലക്ഷൻ സൈക്കോളജി എന്നാണ് പറയുന്നത്. ഇതെല്ലാം വളരെ സയന്റിഫിക് ആയിട്ടാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ടെക്നിക്ക് പറയുന്നു, ഇതിനൊരു അടിത്തറയില്ലെന്ന് വിചാരിക്കരുത്. ദിസ് ഈസ് റിഫ്ലക്ഷൻ സൈക്കോളജി. നമ്മൾ അവരെ നോക്കി നല്ല രീതിയിൽ സ്മൈൽ ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരും. ഭയങ്കര എനർജി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ല, അവര് വളരെ ക്രൂരരായിട്ട് അവരുടെ ഫേസ് വളരെ കട്ടിക്കിരിക്കുന്ന കൂട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പാനിക്കാവും. ഉള്ളതും പുറത്തേക്ക് വരത്തില്ല. അപ്പം വളരെ പ്ലസന്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യുന്നു. നമ്മുടെ സ്മൈലിങ്ങിലൂടെ അവരിലും ഒരു സ്മൈൽ റേസ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ചെയറിന്റെ അടുത്തേക്ക് സമീപിക്കുകയാണ്. ചെയറിന്റെ ഇടത്തെ സൈഡിലൂടെ ഫ്രണ്ടിൽ വരാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ടിൽ വന്നതിന് ശേഷം കയറി അങ്ങ് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ സെന്റർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളെ നോക്കി വിഷ് ചെയ്യുക. ബോർഡിൽ 3 പേരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 3 4 5 ആയിക്കോട്ടെ. ഒരാളെ നോക്കി വിഷ് ചെയ്താലും മതി. ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം നോക്കി ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് സ്മൈൽ ചെയ്തോണം. അല്ല, നിങ്ങൾക്ക് 3 പേരെയും വിഷ് ചെയ്യണമെങ്കിൽ 3 പേരെയും വിഷ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു ലേഡിയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഗുഡ് മോർണിംഗ് മാഡം എന്ന് കൂടി പറയാം. ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മാഡം എന്നുള്ള രീതിയിൽ പറയാം. അതിലൊന്നും തെറ്റില്ല. ആ സമയത്ത് അവർ സിറ്റ് ഡൗൺ പറയും. അപ്പോഴാണ് നമ്മൾ ഇരിക്കേണ്ടത്. കാര്യം ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമ്മൾ ഇരുന്നു. നമ്മുടെ കയ്യിലൊരു ഫയൽ ഉണ്ടാവും. നിങ്ങൾ ഈ ഫയലിന്റെ കാര്യം ഞാൻ നേരത്തെ പിന്നീട് എവിടെങ്കിലും പറയാമെന്ന് വിചാരിച്ചാണ്. എങ്കിലും ഫയലിനകത്ത് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഒരു പ്രൈവറ്റ് മേഖലയിലാണ് ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ നമ്മുടെ ഒരു സി വിയുടെ കോപ്പി നമ്മുടെ കയ്യിലുണ്ടാവണം. ഓൾറെഡി നമ്മൾ ബോർഡിന് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും, SLC, +2, ദെൻ BSc ആണെങ്കിൽ BSc, MSc ആണെങ്കിൽ MSc, ആ സർട്ടിഫിക്കറ്റുകളെല്ലാം ഉണ്ടാവണം. നിങ്ങൾ എന്തെങ്കിലും കാസ്റ്റിന്റെ ആനുകൂല്യം എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. എന്തെങ്കിലും ഫൈനാൻഷ്യൽ, അതായത് ക്രീമി ലെയർ പോലുള്ള എന്തെങ്കിലും ഫൈനാൻസിന്റെ ആനുകൂല്യം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഒരു ഫയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം.
അപ്പൊ ഈ ഫയല് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിലോ നിങ്ങൾക്ക് അത് പതുക്കെ ടേബിളിന് മുകളിൽ വെക്കാം. അത് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് മിക്കവാറും നമ്മൾ കാണുന്നത്. അത് പേടി കൊണ്ടാണ് എന്നുള്ളതാണ് ബോർഡ് മനസ്സിലാക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് അത് അവിടെ കീപ്പ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. രണ്ട് പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ബേസിക് സ്കില്ല് നമുക്ക് വേണ്ടത്, നോളജിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും ആലോചിക്കും വെർബൽ സൈഡാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ളതെന്ന്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 7% വെയിറ്റേജ് മാത്രമേ വെർബൽ സൈഡിനുള്ളൂ. ബാക്കി രണ്ട് കാര്യങ്ങൾ, നമ്മുടെ ടോൺ ഓഫ് വോയിസ്, അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് സൗന്ദര്യം പകരുന്നത്. ഞാനിവിടെ വളരെ ഇറിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ടോൺ ക്രിയേറ്റ് ചെയ്ത്, ഒരുപക്ഷെ ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ മോശം ബോഡി ലാംഗ്വേജിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധിക സമയം നിങ്ങൾ ഇരിക്കാതെ എഴുന്നേറ്റ് നിങ്ങൾ പോകും. അതേസമയം വളരെ പ്ലസൻ്റ് ആയിട്ട് അത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജോടുകൂടി, അത്തരത്തിലുള്ള ഒരു സ്ലോ ടോണോടുകൂടി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കേട്ടിരിക്കാൻ വേണ്ടി തയ്യാറാകും. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വെർബൽ എന്ന് പറയുന്ന ആസ്പെക്ട് നമ്മുടെ നോളജാണ്. നോളജിന് 7% ഇമ്പോർട്ടൻസേ ഉള്ളൂ. അതെങ്ങനെ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു ത്രൂ ടോൺ ഓഫ് വോയിസ്, അതിന് 38% വെയിറ്റേജ് ഉണ്ട്. ആ സമയത്ത് നിങ്ങളുടെ മുഖത്ത് വിടരുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്. അതിന് 55% വെയിറ്റേജ് ഉണ്ട്. പേടി ശരണ്ടാണത് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ നോളജിന് യാതൊരു പ്രാധാന്യവും പിന്നീട് കാണത്തില്ല. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകും. ക്ലിയർ ആയോ? അടുത്തതായിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. 70% ആൾക്കാർക്ക് ഐ കോണ്ടാക്ട് പേടിയാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോസ്ചർ ആൻഡ് ഐ കോണ്ടാക്ട്. അവിടെ ഇന്റർവ്യൂ ബോർഡിനകത്ത് അവരുടെ കയ്യിൽ ഇരിക്കുന്ന ചെക്ക് ലിസ്റ്റിനകത്ത് കോൺഫിഡൻസ് എന്ന് പറയുന്ന പോയിന്റിൽ 7 മാർക്ക് വീഴും. ഈ ഒരു പോസ്റ്റർ ഒന്നും പറയണ്ട, പറയാതെ തന്നെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ബോഡി പോസ്റ്റർ വരുമ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് 70% കോൺഫിഡൻസ് ഉണ്ടെന്നുള്ള കാര്യം അവിടെ വീണ് കഴിഞ്ഞു. ഇനി ബാക്കി കമ്മ്യൂണിക്കേഷനിലൂടെ അവർ മനസ്സിലാക്കിയെടുക്കും. അത്രമാത്രം ഇമ്പോർട്ടൻസ്. ഇത് പല കുട്ടികളും പരീക്ഷിക്കാൻ പോകുന്നത് ഇന്റർവ്യൂ ബോർഡിലാണ്. നാളെ തൊട്ട് നിങ്ങൾ കാണുന്ന വ്യക്തികളിൽ ഇത് പരീക്ഷിച്ചു നോക്കണം. നെഞ്ച് വിരിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നടക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ ശ്രമിക്കുക. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കാൻ പരിശീലിക്കുക. അത് ഓപ്പോസിറ്റ് വ്യക്തിയിൽ നിങ്ങളുടെ കോൺഫിഡൻസ് റിഫ്ലക്റ്റ് ചെയ്യും. അല്ലാത്ത സാഹചര്യത്തിൽ സംഭവിക്കുന്നത്, അവരെന്ത് കാര്യമാണോ നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി വരുന്നത് അത് അടിച്ചേൽപ്പിച്ചേച്ച് പോകും. നേരെ തിരിച്ച് നിങ്ങൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവരെ സമീപിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം നടപ്പിലാക്കി തിരിച്ചു വരാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബാങ്കിൽ പോകുമ്പോഴും, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോകുമ്പോഴും നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം, വളരെ സിമ്പിളായിട്ടും അതേപോലെ പ്രൊഫഷണൽ ആയിട്ടുമുള്ള വേർഡ്സ് ഉപയോഗിക്കുക. ചില വേർഡ്സുകൾ നമ്മൾ പറയത്തില്ലേ, നിയമസഭയിലൊക്കെ ചില വേർഡുകൾ വരുമ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, അത് മോശം വാക്കാണ്, അത് നിയമസഭയുടെ
റെക്കോർഡ്സിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് മോഡിഫൈ എന്ന് പറയാം. ഇംപ്രൂവ് എന്ന് പറയുന്നതിന് പകരം എൻഹാൻസ് എന്ന് പറയാം. ജോബ് എന്ന് പറയുന്നതിന് പകരം പൊസിഷൻ എന്ന് പറയാം. ഇത്തരത്തിൽ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള വാക്കുകൾ നമുക്ക് പരിശീലിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് റിഫ്ലക്റ്റ് ചെയ്യും. കഴിയുമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുന്നു, നമ്മുടെ മിക്കവാറും ക്വസ്റ്റ്യൻസ് ലീഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങളിലൂടെ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അവര് എറണാകുളത്ത് ഏതൊക്കെയാ ടൂറിസ്റ്റ് പ്ലേസ് എന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ടും പഠിച്ചുകൊണ്ട് വേണം പോകാൻ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും അക്കൗണ്ടബിലിറ്റി, അതിനെ ആൻസർ ചെയ്യാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇപ്പൊ എറണാകുളത്തെ ടൂറിസ്റ്റ് പ്ലേസസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നു. അതിനെപ്പറ്റി നിങ്ങൾ വിവരിക്കുമ്പോൾ അവര് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തവണ വേണമെങ്കിൽ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ സാർ ഇങ്ങനെയാണ് ഞാൻ കണ്ടത് എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കാം. അല്ലാതെ ആർഗ്യൂ ചെയ്ത് ഓവർ എക്സ്പ്ലനേഷൻ കൊടുത്ത് അവരെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. തെറ്റാണെങ്കിൽ പോലും അവിടെ നമ്മളൊരു സംയമനം പാലിച്ചാൽ അത് മാർക്കാവും. ആർഗ്യൂ ചെയ്യേണ്ട ഒരു ഫീൽഡ് അല്ല ഇന്റർവ്യൂ ബോർഡ് എന്ന് തിരിച്ചറിയും. അടുത്തത്, നിങ്ങൾ എന്താണ് പഴയ ജോലി വിടുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പല ആൾക്കാരും അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അവരുടെ ബിറ്റർ എക്സ്പീരിയൻസ് എല്ലാം അങ്ങ് വിളമ്പും. ഒരു കാരണവശാലും ആ രീതിയിൽ പറയരുത്. നമ്മൾ ഇവിടെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ കരിയറിലും അതേപോലെ നമ്മുടെ പ്രൊഫഷനിലും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ജോബ് അന്വേഷിച്ചെത്തി. നമുക്ക് പ്രതീക്ഷയാണ്, ഹോപ്പാണ് കാണിക്കേണ്ടത്. പകരം നമ്മുടെ ഡിപ്രഷൻ അല്ല അവിടെ റിഫ്ലക്ട് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അതിന്റെ സെൻസിൽ കിട്ടുന്നുണ്ടോ? ഇതെല്ലാം കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അവരെന്തെങ്കിലും ഇങ്ങോട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ തല ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തേക്കണം, തലയൊന്ന് അനക്കിയേക്കണം. അതിന്റെ അർത്ഥം നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ്. ഞാൻ പറഞ്ഞല്ലേ, ഇതെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വളരെ വലുതാണ്. ആ മാർക്കുകൾ നമുക്കുണ്ടാക്കുന്ന റാങ്ക് ഡിഫറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചില ആൾക്കാർ റൂമിലേക്ക് കയറി കഴിഞ്ഞ് ചുറ്റുപാടും ഒരു നോട്ടമുണ്ട്, ഒരു ഡൈവേർഷന് വേണ്ടി നോക്കുന്ന. ഒരു കാരണവശാലും അത് ചെയ്യരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടും കാണും, നിങ്ങൾ ചെയ്തിട്ടും ഉണ്ടാവും. ചില ആൾക്കാർ ചില മാനറിസംസ് കാണിക്കും. അതില് ലിപ്സിൽ ബൈറ്റ് ചെയ്യും, മുഖത്ത് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കാലിട്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും, അതുമല്ലെങ്കിൽ മൂക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള മാനറിസംസ് ആദ്യം കണ്ണാടി നോക്കി പെർഫോം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാനറിസംസ് കണ്ടെത്തി അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കണം. ഇതെല്ലാം നെഗറ്റീവാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അവസാനിക്കുന്നതിന് മുമ്പ്, ട്രെൻഡാണ്, വളരെ നല്ല രീതിയിൽ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുകയാണ്, ആ ഒരു ക്വസ്റ്റ്യൻ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ആൻസർ ചെയ്തു തുടങ്ങും. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. ഒരു ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് കേട്ട് ഒരു 2-3 സെക്കൻഡ് പോസ് എടുത്തതിന് ശേഷം എത്ര നന്നായി അറിയാവുന്നതാണെങ്കിലും ആൻസർ ചെയ്ത് തുടങ്ങാം. ഒരു കാര്യത്തെ പറ്റി നമുക്കിപ്പോ 5 കാര്യങ്ങൾ അറിയാം. 5ാമത്തെ കാര്യം വരെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കരുത്. 4ാമത്തെ കാര്യത്തിൽ എത്തുമ്പോൾ നമ്മളൊരു ലാഗ് ഇടണം.
അവിടെ നിന്നൊരു ലീഡിങ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആ അഞ്ചാമത്തെ പോയിന്റ് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരു കാര്യം ആൻസർ ചെയ്ത് അവസാനിപ്പിക്കുന്നിടത്ത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്കുള്ള ഒരു ചോദ്യമുന ക്രിയേറ്റ് ചെയ്ത് വേണം അവസാനിപ്പിക്കാൻ. നിങ്ങൾ കാഷ്വാലിറ്റിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഏതൊക്കെ കേസുകളാണ് കാണുന്നത്? ഞാൻ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോയത് ഹെഡ് ഇഞ്ചുറിയാണ്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്: ചെസ്റ്റ് പെയിൻ വരാറുണ്ട്, ഡിസ്നിയ വരാറുണ്ട്, അബ്ഡോമൽ പെയിൻ വരാറുണ്ട്, ദെൻ ബേൺസ് വരാറുണ്ട്, ഹെഡ് ഇഞ്ചുറി വരാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെഡ് ഇഞ്ചുറി വരുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ തരത്തിലാണ് അത് മാനേജ് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്? കാര്യം മനസ്സിലായോ? പർപ്പസ്ഫുള്ളി ഞാൻ ഹെഡ് ഇഞ്ചുറി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ അവരെ ഹെഡ് ഇഞ്ചുറിയിൽ എത്തിച്ചു. ഹെഡ് ഇഞ്ചുറിക്കകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഏതായിരുന്നു അറിയാമോ? GCS. ഞാൻ എവിടാ കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? ഹെഡ് ഇഞ്ചുറിയെ പറ്റി പറഞ്ഞു തുടങ്ങും. പേഷ്യന്റ് വരുന്നു, ബ്ലീഡിംഗ് വൂണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നു, പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്നുള്ള കാര്യം നോക്കുന്നു, MLC ആണോ അല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നു, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് കൊടുക്കുന്നു, ബേസിക് വൈറ്റൽ സയൻസ്, BP, റെസ്പിറേറ്ററി റേറ്റ്, ഹാർട്ട് റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു, GCS നോക്കുന്നു. അവസാനിച്ചു. ഓഹോ, GCS നോക്കൂ അല്ലെ? GCSൽ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് വരുന്നത്? പിടികിട്ടിയോ? ചില കുട്ടികൾ ഹെഡ് ഇഞ്ചറി എന്ന് വരുമ്പോൾ ആദ്യത്തെ കാര്യം GCS പറയും. പിന്നെ പറഞ്ഞിട്ട് CT സ്കാനിന് വിടുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പൊ അവര് ചോദിക്കും CT സ്കാൻ ഏതൊക്കെ തരത്തിലുണ്ട്, CT ഇമേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പിഡ്യൂറൽ ഹെമറ്റോമയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പെട്ടു. മനസ്സിലായോ? CTയുടെ ബേസിക് റീഡിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് പറയാം. അത് നോക്കിയിട്ടില്ല. ക്ലിയർ ആയോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? എങ്ങനെ ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യും? അവിടെയാണ് നമ്മുടെ മിടുക്ക് എന്ന് പറയാം. അപ്പൊ ഇത്രയും ബേസിക് ടിപ്സ് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? യെസ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഞാൻ കണ്ടന്റിലേക്ക് കടക്കുകയാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് ഇൻട്രാക്ഷൻ വേണം, ഇല്ലെങ്കിൽ ഞാൻ കാര്യമായിട്ട് മുന്നോട്ട് പോകത്തില്ല. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കുട്ടിയോട്, അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കുട്ടിയോട് അവിടെ കാണുന്ന കോമൺ കേസസ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ചെസ്റ്റ് പെയിൻ പറയാം, ഡിസ്നിയ പറയാം, അബ്ഡോമൽ പെയിൻ പറയാം, ബേൺസ് പറയാം, ദെൻ ഹെഡ് ഇഞ്ചുറി കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. കാരണം ഹെഡ് ഇഞ്ചുറിയാണ് നമ്മൾ പഠിച്ചേച്ച് പോയത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പേഷ്യന്റ് ഹെഡ് ഇഞ്ചുറി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ ഇൻട്രാക്ഷൻ വേണമെന്ന്. ഇത്രയും കുട്ടികൾ ഇവിടെ ഉള്ള എല്ലാവർക്കും ഹെഡ് ഇഞ്ചുറിയായിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെന്റ് പറയാൻ പറ്റില്ലേ? കാഷ്വാലിറ്റിയിലേക്ക് ഒരു ഹെഡ് ഇഞ്ചുറി വരുന്നു, പറഞ്ഞു. Level of consciousness. ലെവൽ ഓഫ് കോൺഷ്യസ്നസ് നോക്കും. ഓക്കെ, നമുക്ക് തട്ടി വിളിച്ച് നോക്കാം, പേര് ചോദിച്ചു നോക്കാം, ഇപ്പൊ എവിടെയാണ് എന്ന് അന്വേഷിക്കാം. ഇതെല്ലാം അതിനകത്തുള്ളതാണ് അല്ലെ? ഓക്കെ, അടുത്ത സ്റ്റെപ്പ്, ടൈപ്പ് ഓഫ് ഇഞ്ചുറി. ഏത് തരത്തിലുള്ള ഇഞ്ചുറീസ് ഒക്കെയാണ് ആ പേഷ്യന്റെ ബോഡിയിൽ ഉള്ളത് എന്നുള്ള കാര്യം രേഖപ്പെടുത്താം. പേഷ്യന്റ് കോൺഷ്യസ് ആണ്, ടൈപ്സ് ഓഫ് ഇഞ്ചുറി രേഖപ്പെടുത്തി. Vital
ഡീറ്റെയിൽസ് നോക്കണം. നമ്മളിപ്പോ എന്തിനുള്ള ഇന്റർവ്യൂ നടത്തുന്നത് മനസ്സിലായോ? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു നേഴ്സിനെ സെലക്ട് ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു നഴ്സിംഗ് സ്റ്റാഫ് എന്തൊക്കെ ചെയ്യും, അതാണ് നിങ്ങൾ കൂടുതലായിട്ട് പറയേണ്ടത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ പറയാൻ ശ്രമിക്കേണ്ടത്. പറഞ്ഞു. ഒരു ആൻസർ വളരെ കൃത്യമായിട്ട് എനിക്ക് കിട്ടേണ്ടതാണ്. എയർവേ ക്ലിയറൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് അസസ്മെന്റ് ലെവലിൽ വൈറ്റൽസ് വരുന്ന കാര്യങ്ങളാണ്. മോണിറ്ററിംഗ് എന്തോ വൈറ്റൽസ് മോണിറ്ററിംഗ് വൈറ്റൽസ് നോക്കാം. അതൊരു അസസ്മെന്റ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, അസസ്മെന്റ് നമുക്ക് ചെയ്യാം. പേഷ്യന്റ് ഒരു കാർഡിയാക് മോണിറ്ററിൽ കിടത്തി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ആവും. IV ലൈൻ അസസ് ചെയ്യാം. യെസ്, എനിക്ക് വേണ്ടത് അതായിരുന്നു. ഒരു IV ലൈൻ കണ്ടെത്തും. ഇറ്റ് ഈസ് എ ഇൻഡിപെൻഡന്റ് നഴ്സിംഗ് പ്രൊസീജിയർ. ടൈപ്സ് ഓഫ് ഇഞ്ചറി ഡോക്ടറിന് നോക്കാം, കാർഡിയാക് മോണിറ്ററിൽ പുള്ളിക്ക് കിടത്താം, BP പുള്ളിക്ക് ചെക്ക് ചെയ്യാം. പക്ഷെ IV ലൈൻ ഇടുന്നത് പുള്ളിയാണോ? ഒരു ഹെഡ് ഇഞ്ചറി പേഷ്യന്റ് നിങ്ങളുടെ കാഷ്വാലിറ്റി വന്നാൽ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാം പറയുന്നു. ഇതെല്ലാം പറഞ്ഞു, പറയുന്നതിനകത്ത് തെറ്റില്ല. IV ലൈൻ എന്ന് പറയുന്ന സംഭവം പറയാതിരുന്നാൽ ഇയാൾക്ക് അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കും. പിടികിട്ടിയോ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? യെസ് സർ. നമ്മൾ എത്രമാത്രം പറയാൻ നമുക്ക് പറ്റുന്നു ആ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു വാക്കേ പറയരുത്. ഹെഡ് ഇഞ്ചറി എന്ന് പറയുമ്പോൾ നമ്മൾ പതുക്കെ ആംഗിൾ ചെയ്യണം. പേഷ്യന്റെ റെസ്പിറേറ്ററി റേറ്റ് നോക്കുന്നു, പൾസ് റേറ്റ് നോക്കുന്നു, BP ചെക്ക് ചെയ്യുന്നു, GRDS പരിശോധിക്കുന്നു, പ്യൂപ്പിൾ റെസ്പോൺസ് പരിശോധിക്കുന്നു. ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ 5th വൈറ്റൽ സയൻസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതാ? സാച്ചുറേഷൻ. 4th വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത് BP ആണ്. 5th വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ ആണ്. സാച്ചുറേഷൻ അല്ലെങ്കിൽ പെയിൻ. ഇപ്പോൾ വൈറ്റൽ സയൻസിനകത്ത് GRBs കയറി വന്നിട്ടുണ്ട്. 6th വൈറ്റൽ സൈൻ ആണ്. ഒരു പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിട്ട് വന്നിരിക്കുകയാണ്, ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ ഒരു റോഡ് സൈഡിൽ കിടന്ന വ്യക്തിയാണ്. പേഷ്യന്റ് ഡയബറ്റിക് ആണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, അൺകോൺഷ്യസ് ആണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി, ടെമ്പറേച്ചർ നോക്കി, പൾസ് നോക്കി, BP നോക്കി, സാച്ചുറേഷൻ നോക്കി, ഇതെല്ലാം ഏകദേശം മെയിൻറ്റൈൻഡ് ആണ്. GRBs നോക്കി പേഷ്യന്റ് ഹൈപ്പോയിലാണെന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ മോർ ദാൻ 1 അവർ ആ ഒരു സിറ്റുവേഷൻ പോയി കഴിഞ്ഞാൽ അയാൾ ബ്രെയിൻ ഡെത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ ഇമ്മീഡിയറ്റ് കൺസേണിൽ വരുന്ന സംഭവം തന്നെ അല്ലേ GRBs? യെസ് 7th വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? AHAയുടെ റെക്കമെൻഡേഷൻ പ്രകാരം, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം 7th വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യുന്ന സംഭവമാണ് പ്യൂപ്പിൾ റെസ്പോൺസ്. എന്താണ് പ്യൂപ്പിൾ റെസ്പോൺസ്? ഡോക്ടർ ടോർച്ച് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് കണ്ടടിച്ചു നോക്കുന്ന കണ്ടിട്ടുണ്ടോ? ചേടാ, നിങ്ങൾ ഇവിടെ അല്ലേ പ്രാക്ടീസ് ചെയ്യുന്നേ? സർ. എന്തിനാ അത് നോക്കുന്നേ? പ്യൂപ്പിൾ ഡൈലേഷൻ. ഡയലേറ്റഡ് ആൻഡ് ഫിക്സഡ് പ്യൂപ്പിൾ ആണ്, പേഷ്യന്റ് അൺകോൺഷ്യസ് ആണ്. ഡോക്ടർ IV ക്യാൻഡ് ഇടാൻ വേണ്ടി സിസ്റ്റർ ഓടി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പേഷ്യന്റിനെ തുടരുതെന്ന് പറയും. പെട്ടെന്ന് ECG എടുക്കാൻ പറയും. ECG എടുക്കുന്നു. സ്ട്രെയിറ്റ് ലൈൻസ്, ബ്രോഡ് ഡെത്ത്. കൊണ്ടുവന്നപ്പോൾ തന്നെ മരണപ്പെട്ടാണ് ആ വ്യക്തിയെ കൊണ്ടുവന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലൊക്കെ നടക്കുന്ന ഒരു കാര്യം, പേഷ്യന്റ് വരുന്നു, അസസ്മെന്റ് ഒന്നുമില്ല, കാരണം പെട്ടെന്ന് IV ലൈൻ ഇട്ട് മാറ്റുക എന്നുള്ളതാണ്. അത്രയും പേഷ്യന്റ് ലോഡാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
ഇത്തരത്തിൽ വരുന്ന ഒരു ബ്രോഡ് ഡെത്തിന് ക്യാനിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഡോക്ടർ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നു. വരുന്നവരോട് പറയുന്നു പേഷ്യന്റിനെ മരണപ്പെട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ ആർഗ്യൂ ചെയ്ത് തുടങ്ങും. അവിടെ സിസ്റ്റർ കുത്തി, വന്നപ്പോഴും ജീവൻ ഉണ്ടായിരുന്നു, എന്നെ നോക്കിയതാ, കുത്തുന്നത് ഞാൻ കണ്ടതാ. അടി ഉൾപ്പെടെ മേടിക്കാവുന്ന കാര്യങ്ങളെല്ലാം മേടിച്ചെടുക്കാം. കാര്യത്തിന്റെ സീരിയസ്നെസ് കിട്ടിയോ? അപ്പൊ പീപ്പിൾ റെസ്പോൺസ് എന്ന് പറയുന്ന ആ ഒരു വൈറ്റൽ സൈനിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? 7th വൈറ്റൽ സയൻസ് കഴിഞ്ഞ് അടുത്ത വൈറ്റൽ സൈനിൽ വന്നിരിക്കുന്ന സംഭവമാണ് യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയാൻ. 8th യൂറിൻ ഔട്ട്പുട്ട് ഏത് ഓർഗന്റെ ഫംഗ്ഷനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? കിഡ്നി. കിഡ്നി. ദെൻ 9th ഒരു അസസ്മെന്റ് ഉണ്ട് ഇപ്പോ. എന്താണെന്നറിയോ? സ്കിൻ ടർഗർ. ഞാൻ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സ്കിൻ ടർഗർ എന്തിനു വേണ്ടിയാണ് നോക്കുന്നത്? ഡീഹൈഡ്രേഷൻ അസസ്മെന്റ്. ഞാൻ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന അല്ലെ ഇന്റർവ്യൂവിന് പോകുന്ന കുട്ടികളോട് പറയാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം, നിങ്ങൾ വൈറ്റൽ സയൻസ് എന്ന് പറയാതെ പതുക്കെ ഒരു പേഷ്യന്റിനെ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ടെമ്പറേച്ചർ നോക്കും, BP നോക്കും, പൾസ് റേറ്റ് നോക്കും, സാച്ചുറേഷൻ നോക്കും, GRBs നോക്കും, പ്യൂപ്പിൾ റെസ്പോൺസ് നോക്കും, യൂറിൻ ഔട്ട്പുട്ട് രേഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ രേഖപ്പെടുത്തും, സ്കിൻ ടാർഗർ പരിശോധിക്കും എന്നൊക്കെ ഒരു സീക്വൻസിൽ അങ്ങ് പറഞ്ഞാൽ നമുക്ക് എത്ര പോയിന്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതെല്ലാം കൂടെ വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞ ഒറ്റ വാചകം പറഞ്ഞ് നിർത്താം. എന്നിട്ട് മുകളിലോട്ട് നോക്കിയിരിക്കുക, ഇനി എന്തോ പറയും. മനസ്സിലായോ? ഇന്റർവ്യൂ ടിപ്സ് മനസ്സിലായോ? ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഒറ്റ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ വേ ഓഫ് ആൻസറിങ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു IV ക്യാനില എത്ര ദിവസം ഉപയോഗിക്കാം? ഒരു IV ക്യാനില എത്ര ദിവസം ഉപയോഗിക്കാം? 72 3 days. 3 days. കേട്ടിട്ടുണ്ടോ? ഇതിനെ ഒന്ന് പോളിഷ് ചെയ്ത് പറയട്ടെ. 3 days എന്ന് പറഞ്ഞ ആൻസർ വളരെ കറക്റ്റ് ആണ്. NABHകാരെല്ലാം അതിപ്പോ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതിൽ കൂടുതൽ കീപ്പ് ചെയ്യരുത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. Until the signs of infection, if there is no infection, we can keep up to 72 hours. ഒരേ കാര്യം തന്നെ. IV ക്യാനില നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷന്റെ സൈൻ കണ്ടു കഴിഞ്ഞാൽ 3 ദിവസം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് 3 ദിവസം വെക്കാൻ പറ്റുമോ? ഇല്ല. ആൻസർ മാറിയ രീതി കണ്ടോ? 2 പേര് ഞങ്ങളുടെ ബോർഡിലേക്ക് വരുന്നു. ഒരാൾ ഇങ്ങനെ ആൻസർ ചെയ്യുന്നു, ഒരാൾ 72 hours എന്ന് ആൻസർ ചെയ്യുന്നു. ആരെ സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ. 2 പേർക്കും ഒരേ നോളജാണ്, പക്ഷെ പറഞ്ഞ രീതി വേറൊരു ലെവലിലായി. ഇന്റർവ്യൂവിന്റെ ഏറ്റവും ക്ലാസിക്കലായുള്ള സംഭവം ഈ പറഞ്ഞു വെച്ചു. ഹെഡ് ഇഞ്ചുറിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ് GCS. എന്തൊക്കെ കാര്യങ്ങളാണ് GCSൽ നമ്മൾ പരിശോധിക്കുന്നത്? പറ. reopening, verbal, motor functions. ടോട്ടൽ സ്കോർ 15. ടോട്ടൽ സ്കോർ 15. ഐ ഓപ്പണിംഗ് ഉണ്ട്, വെർബൽ ഉണ്ട്, മോട്ടോർ ഉണ്ട്. ടോട്ടൽ എത്ര? 15. 50. ഐ ഓപ്പണിങ്ങിന് എത്ര സ്കോറാ ഉള്ളത്? ഈ GCS പറയാൻ പോയാൽ ഇതെല്ലാം അറിഞ്ഞിട്ടേ പറയാവൂ. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് പ്രോബ് ചെയ്യും, നമ്മൾ പിന്നോട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ മിണ്ടണ്ട, അറിയാവുന്നിടത്ത് വെച്ച് നിർത്തിക്കും. E4 ഉണ്ട്, വെർബൽ 5 ഉണ്ട്, മോട്ടോർ 6 ഉണ്ട്. കറക്റ്റ് ആണോ? ആണോ അല്ലയോ? Yes.
ഈ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് റീഡ് ചെയ്യാൻ വേണ്ടി പറയും. എങ്ങനെയൊക്കെ കൊടുക്കും? മോനെ രാജേഷ് എന്ന് വിളിക്കുമ്പോൾ അപ്പം തന്നെ കണ്ണു തുറന്ന് നോക്കുവാണെങ്കിൽ 4 കൊടുക്കാം. പക്ഷെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല. നമ്മൾ നല്ല തട്ടി ഉണർത്തുവാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3 കൊടുക്കാം. അതേസമയം നല്ല പെയിൻഫുൾ സിമിലെ കൊടുത്തതിന് ശേഷമാണ് കണ്ണ് തുറക്കുന്നതെങ്കിൽ നമുക്ക് 2 കൊടുക്കാം. നോ റെസ്പോൺസ് ആണെങ്കിൽ നമുക്ക് 1 കൊടുക്കാം. കിട്ടിയോ? 4 കിട്ടിയോ? Yes, sir. സ്പോണ്ടേനിയസ് ആണെങ്കിൽ 4, ഓൺ സിമുലേഷൻ ആണെങ്കിൽ 3, പെയിൻഫുൾ സിമുലേഷൻ ആണെങ്കിൽ 2, പെയിൻഫുൾ സിമുലേഷൻ കൊടുത്തിട്ടും കണ്ണ് തുറക്കുന്നില്ല എങ്കിൽ 1. ഇനി അടുത്തത് വെർബലാണ്. വെർബൽ എന്ന് പറയുമ്പോൾ 5 സ്കോർ. ഒന്നാമത്തെ കേസ് സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, നമുക്ക് 5 കൊടുക്കാം. വന്ന് നീ അവിടെ പോയി കിടക്കുവോ? ഞാൻ ബുക്ക് എടുത്തിട്ട് ഒന്ന് എഴുന്നേറ്റ് പോയതേ ഉള്ളൂ. സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ 5 കൊടുക്കാം. കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നമുക്ക് 4 കൊടുക്കാം. എത്ര? കൺഫ്യൂസ്ഡ് 4. കൺഫ്യൂസ്ഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു വ്യക്തി പേര് ചോദിക്കുക Already ഇവിടെ. to time, place, and person. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇപ്പൊ പറഞ്ഞ ആളുടെ പേരൊന്ന് പറയാൻ ഞാൻ പറയുകയാണ്. ഒരു 3 സെക്കൻഡ് ലാഗ് എടുത്തിട്ട് ആൻസർ ചെയ്യുന്നു ഓരോ ചോദ്യങ്ങൾക്കും. രാജേഷ്, അച്ഛന്റെ പേരെന്താ? 3 സെക്കൻഡ് അനക്കമില്ല, ആൻസർ വരുന്നു. ഇത്തരത്തിൽ ലാഗ് വരുന്നതിനെയാണ് ആ ലാഗ് വരുവാണെങ്കിൽ അതിനെ നമുക്ക് കൺഫ്യൂഷൻ എന്ന് പറയാം. അടുത്തൊരു കേസുണ്ട്, അവർ സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ ചെയ്യും, പക്ഷെ അത് തെറ്റായിരിക്കും. രാവിലെ എന്തോ കഴിച്ചത്? ദോശയും ചമ്മന്തി. ദോശയും ചമ്മന്തി കഴിച്ചെന്ന് പറയും. ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാം, അല്ല, അയ്യോ തെറ്റിപ്പോയി, പുട്ടും കടലയാ കഴിച്ചതെന്ന് പറയാം. ഈ അവസ്ഥയാണ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയോ? Yes, sir. ഇനി അടുത്തത് ഇൻകോംപ്രിഹെൻസീവ് വേർഡ്സ്. അമ്മ, അച്ഛ, ആട്, കോഴി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും റിലേറ്റഡ് അല്ല. ഈ അവസ്ഥയിലാണ് നമ്മൾ 3 കൊടുക്കുന്നത്. ഇൻകോംപ്രിഹെൻസീവ് വേർഡ്സ് എന്ന് പറയുവാന്. ഇനി ഇൻകോംപ്രിഹെൻസീവ് സൗണ്ട് ഉണ്ട്. ആ, ഏ, ഇങ്ങനെയുള്ള സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 കൊടുക്കേണ്ടി വരും. ഒരനക്കവും ഇല്ല, 1 കൊടുക്കേണ്ടി വരും. ഇപ്പം എല്ലാം കിട്ടിയോ? നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ 5, ലാഗ് ഉണ്ടെങ്കിൽ 4, വേർഡ്സുകൾ ഉണ്ട് റിലേറ്റഡ് അല്ല എങ്കിൽ 3, വേർഡ്സും ഇല്ല സൗണ്ട് മാത്രമേ ഉള്ളെങ്കിൽ 2, നോ റെസ്പോൺസ് ആണെങ്കിൽ 1. ക്ലിയർ ആണോ? Yes. ദെൻ അടുത്തത് മോട്ടോ റെസ്പോൺസ് ആണ്. മോട്ടോ റെസ്പോൺസ് എത്രയാ മൊത്തം? 6. 6. എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? സ്പോണ്ടേനിയസ് ആണെങ്കിൽ 6 കൊടുക്കാം. ദെൻ വിഡ്രോവൽ ആണെങ്കിൽ പെയിൻഫുൾ സിമിലെ കൊടുക്കുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. പെയിൻഫുൾ സിമിലെ കൊടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ലോക്കലൈസസ് പെയിൻ, രണ്ടാമത്തെ വിഡ്രോവൽ. ലോക്കലൈസസ് പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കൊടുക്കാം? 5 കൊടുക്കാം. വിഡ്രോവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കൊടുക്കാം? ഒരു സെക്കൻഡ്, മൗസ് ഒരു പ്രശ്നം. വിഡ്രോവൽ ആണെങ്കിൽ നമുക്ക് എത്ര കൊടുക്കാം? 4 കൊടുക്കാം.
ലോക്കലൈസ് സ്പെയിൻ ആണെന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കുന്ന പറഞ്ഞേ? 5. 5. വിഡ്രോവൽ ആണെന്നുണ്ടെങ്കിൽ 4 കൊടുക്കും. ഒന്ന് പറയാമോ എങ്ങനെയാണ് ലോക്കലൈസ് സ്പെയിനും വിഡ്രോവലും തമ്മിൽ തിരിച്ചറിയുന്നതെന്ന്? ലോക്കലൈസ് സ്പെയിനും ചെയ്യണം ഈ നെയിൽസിന്റെ അവിടെ പിൻ ചെയ്യുമ്പം ആ നമ്മളൊരു പെയിൻഫുൾ സ്റ്റിമുലൈ കൊടുക്കുന്ന സമയത്തെ നമ്മുടെ കൈ തട്ടി മാറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് ലോക്കലൈസ് പെയിൻ. അല്ല, അവരുടെ കൈ വലിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വിഡ്രോവൽ. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ GCS എല്ലാം അറിയാമെന്ന് പറഞ്ഞ് കയറിയിരിക്കും, പറഞ്ഞും തുടങ്ങും. അവരാദ്യം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കും. ഓ, ലോക്കലൈസ് പെയിൻ, വിഡ്രോവൽ, മനസ്സിലായി. ഇതെങ്ങനെ തമ്മിൽ തിരിച്ചറിയും? അല്ലെ, കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എല്ലാം നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആവും, ഒന്നും പറയാൻ പറ്റാതായി. ഓക്കെ, ഒരു പെയിൻഫുൾ സ്റ്റിമുല കൊടുക്കുന്ന സമയത്ത് ഫ്ലെക്ഷൻ ആണ് ബോഡിക്ക് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ 3 കൊടുക്കും. എക്സ്റ്റൻഷൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ 2 കൊടുക്കും. നോ റെസ്പോൺസ് ആണെങ്കിൽ 1 കൊടുക്കും. പിടിയില്ലയോ? കാര്യം മനസ്സിലായോ? Yes, sir. അപ്പൊ GCSനെ പറ്റി ഒരു വ്യക്തമായ ധാരണ കിട്ടിയോ? കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്റർവ്യൂ ചോദിക്കുന്നതാണ്. ഒരു ക്ലിനിക്കൽ GCS എടുക്കാൻ എത്ര സമയം എടുക്കും? ഒരു ക്ലിനിക്കൽ GCS എടുക്കാൻ ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്താൻ നിങ്ങൾ എത്ര സമയം എടുക്കും? പറഞ്ഞു. ഒരു സമയം പറ, പെട്ടെന്നാട്ടെ. ഒരു 5 minutes, 4 to 5. 5 Less minutes. than 30 seconds. Less than 30 seconds. ക്ലിനിക്കൽ GCS എടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയം 5 to 15 സെക്കൻഡാണ് മാക്സിമം. ഇതെങ്ങനെ പോസിബിൾ ആവുന്നത്? നമ്മൾ ജസ്റ്റ് ഒരു പെയിൻ കൊടുത്താൽ മതി. ചെറിയ ഒരു പെയിൻ കൊടുക്കുന്ന സമയത്ത് കണ്ണ് തുറക്കണമെങ്കിൽ കണ്ണ് തുറക്കും. എന്തെങ്കിലും പറയണമെങ്കിൽ പെയിൻ്റെ ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ ചീത്ത വിളിക്കും. കൈ വലിക്കണമെങ്കിൽ വലിക്കും, കൈ തട്ടി മാറ്റണമെങ്കിൽ മാറ്റും. ഫ്ലെക്ഷൻ ആണെങ്കിൽ ഫ്ലെക്ഷൻ, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ആണെങ്കിൽ എക്സ്റ്റൻഷൻ, എല്ലാം കിട്ടും. ഒരു പെയിൻ കൊടുത്തേച്ച് മൊത്തത്തിൽ എന്തൊക്കെ കാര്യമാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ 5 സെക്കൻഡ് പോരെ? മതിയോ? Yes. അത്രയോ? അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി GCS അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ, അല്ലെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഈ ഒറ്റ ക്വസ്റ്റ്യൻ മതി. പിടിയിട്ടോ? Yes, sir. ശരി. അപ്പൊ ഇതില് വേറെ കുറെ കണ്ടീഷൻസ് ഉണ്ട്, അത് നമുക്ക് വഴിയെ സംസാരിക്കാം. എന്തായാലും ഹെഡ് ഇഞ്ചുറി ആയിട്ട് ബന്ധപ്പെട്ടൊരു ധാരണ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യം പിടിയിട്ടോ? കിട്ടി. Yes, sir. ഇനി ഞാൻ അടുത്ത ക്ലോസിംഗ് ദ ഇന്റർവ്യൂ കൂടി പറഞ്ഞ് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാം. ബാക്കി പിന്നീട് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യം ഞാൻ പറയാം. നമ്മൾ ഒരു 5-6 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് ഏകദേശം ആയി കഴിഞ്ഞതിന് ശേഷം ഓക്കെ യു ക്യാൻ ലീവ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ കുട്ടി ചാടി അങ്ങ് എഴുന്നേക്കും. ഈ പുലിമടയിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന അവസ്ഥയിലാണ്. ചാടി എഴുന്നേക്കുന്നു, ആ പിന്നെ കസേര ബാക്കിലോട്ടൊരു തള്ള്, ഒരു സൗണ്ട്, ചെരുപ്പ് പെട്ടെന്ന് വലിച്ചിട്ട് വേഗത്തിൽ നടന്ന് സൗണ്ട് ഉണ്ടാക്കി ഡോറ് വലിച്ചു തുറന്ന് പുറത്തേക്ക് ചാടും. കണ്ടുകൊണ്ടിരുന്നിട്ടുള്ള കാര്യം പറയുവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ അവസ്ഥ. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ച് മാർക്ക് ഇടാൻ വേണ്ടി പേന എടുക്കുമ്പോൾ കാണുന്ന കാര്യമാണ്. ഒരു പരിധിവരെയൊക്കെ ആൻസർ ചെയ്ത കുട്ടിയാണ്, പക്ഷെ പോകുന്ന രീതി ഇതാണ്. പകരം ഞാനൊരു കാര്യം പറയാം. യു മേ ലീവ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പതുക്കെ എല്ലാവരെയും നോക്കി ഒന്ന് തൊഴുന്നു, താങ്ക്സ് പറയുന്നു, വളരെ സ്ലോ ആയിട്ട് എഴുന്നേക്കുന്നു.
സൗണ്ട് ഉണ്ടാക്കാതെ കസേര നീക്കിയിടുന്നു. വളരെ സ്ലോ ആയിട്ട് നിങ്ങളുടെ ഫയൽ എടുത്ത് നിങ്ങൾ നടക്കുന്നു. മാർക്ക് ഇടാൻ വേണ്ടി പേന അവിടെ വെക്കുമ്പോൾ ആ അവസാനം നിങ്ങൾ എന്ത് ഇംപ്രഷനാണോ അവിടെ ക്രിയേറ്റ് ചെയ്തത് അത് മാർക്കായിട്ട് വീഴും. 7 കുറിക്കാൻ പോകുന്നിടത്ത് 8 മാറുക. ഈ എററിനെ പറയുന്ന പേരാണ് റീസൻസി എറർ. ലാസ്റ്റ് എന്താണോ കണ്ടത് അതാണ് മാർക്ക്. ഈ എറർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആദ്യം നമ്മൾ ഹാലോ എറർ ക്രിയേറ്റ് ചെയ്തു. കണ്ടന്റ് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചു. ഈ 3 സ്കില്ലാണ് ഇന്റർവ്യൂവിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിടികിട്ടിയോ? Yes. കാര്യം മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഈ രീതിയിലാണ് ഒരു ഇന്റർവ്യൂ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ മാക്സിമം മാർക്ക് നിങ്ങൾക്കായിരിക്കും. ഒരു സംശയവും. ഞാൻ അതാ പറഞ്ഞേ, കേവലം ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞ് നമുക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. ഇതുപോലെ കുറച്ച് യാഥാർത്ഥ്യങ്ങളും പഠനങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനാണ്. അത് എന്നിൽ നിന്നോ അല്ലെങ്കിൽ അതേപോലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരോടോ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. 4 വർഷം സമയവും ഏകദേശം 10 ലക്ഷം രൂപയോളം ചെലവാക്കി പഠിച്ച ഒരു കോഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനം പോലും തരാതെ ഒരു ഒരു എന്താ പറയാ, പ്രൈമറി എഡ്യൂക്കേഷൻ പോലെ അതങ്ങ് കടന്നു പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, പഠിക്കുക, അറിവുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഉപദേശങ്ങൾ തേടാം. ഞാൻ പറയുന്ന കൂട്ട് ജീവിതത്തിൽ രക്ഷപ്പെട്ട ആൾക്കാരോട് ചോദിക്കണം. PSc എഴുതി നോർസെറ്റ് എഴുതി 10 തവണ പരാജയപ്പെട്ട ഒരുത്തനോട് എങ്ങനെയുണ്ട് നോർസെറ്റ് എഴുതിയാൽ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ലെന്നേ പറയത്തുള്ളൂ. അതേസമയം നോർസെറ്റ് എഴുതി അവിടെ ജോലി ചെയ്യുന്ന ഒരാളെ വിളിച്ച് ചോദിക്കണം, ഇത് കിട്ടാൻ പറ്റിയ സാധനമാണോ? ജീവിതത്തിൽ രക്ഷപ്പെട്ട ആൾക്കാരോട് മാത്രം ഉപദേശം തേടും. ആ ഒരു വലിയ ഉപദേശമാണ് എനിക്ക് തരാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടുക. വേറെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നത് ഞാൻ ഫോണിലൂടെ ഒക്കെ പറഞ്ഞു തരാം. എല്ലാവരും ഹാപ്പി ആണല്ലോ? കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയോ? Yes, sir. Okay. Thank you, sir. വേറെ Thank you, എന്തെങ്കിലും sir. Thank you സംശയം so ഉണ്ടെങ്കിൽ much, ചോദിച്ചോ. sir. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് തരികയാണ്. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും? നോർസെറ്റിന്റെ ട്രെയിനിങ്ങിന് കുറേ അധികം ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്തില്ലെങ്കിലും നോർസെറ്റ് 11 എന്ന് പറയുന്ന സെപ്റ്റംബർ 13 വരുന്ന എക്സാമിന് തയ്യാറായിക്കോണം. ഏകദേശം 1.25 ലക്ഷം രൂപയോളം ശമ്പളം കിട്ടുന്ന, ഇത്രയും ചെറിയ പ്രായത്തിൽ പെട്ടെന്ന് സെറ്റിലാക്കാൻ പറ്റുന്ന ഒരു വലിയ എക്സാമിനേഷനാണ് നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്ന് നിൽക്കുന്നത്. എല്ലാ കാലയളവിലും പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഈ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഓരോ നോർസെറ്റ് സ്ട്രീമിലും 5000-ലധികം പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അതിനുവേണ്ടി പഠിച്ചേച്ച് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു വലിയ ജീവിത ലക്ഷ്യം തന്നെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് തൽക്കാലം ക്ലോസ് ചെയ്യാം.